എവരിവൺ. പ്രഗത്ഭനായ ഗണിതാധ്യാപകൻ ജോൺ പി എ സർ തയ്യാറാക്കിയ വർക്ക്ഷീറ്റുകൾ അദ്ദേഹത്തിന്റെ അനുമതിയോടെ കൂടുതൽ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർക്ക്ഷീറ്റുകൾ ചെയ്താൽ ടെക്സ്റ്റ് ബുക്കിനപ്പുറമുള്ള ചോദ്യങ്ങളെ ഭയമില്ലാതെ സമീപിക്കാനും കുട്ടികളിൽ അനലിറ്റിക്കൽ തിങ്കിങ് വളരാനും ഉപകരിക്കും എന്ന് ഉറപ്പുണ്ട്. ഇന്ന് വർക്ക്ഷീറ്റ് 6, 7 ആണ് ചെയ്യുന്നത്. ഈ 2 വർക്ക്ഷീറ്റുകളിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസിൽ 4-5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇതേ മോഡലിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിലെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ SLC മാത്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വർക്ക്ഷീറ്റുകളുടെ PDF കോപ്പി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻ്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, വർക്ക്ഷീറ്റ് 6-ൽ പ്രോബ്ലംസ് ചെയ്യുന്നതിന് ഉപയോഗിച്ച കൺസെപ്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ വർക്ക്ഷീറ്റ് 5-ലും പറഞ്ഞത്. എന്തായിരുന്നു ആ കൺസെപ്റ്റ്? ഓർത്തു നോക്കൂ. In an arithmetic sequence, change in terms is proportional to change in positions. ഇത് തന്നെയല്ലേ കഴിഞ്ഞ വർക്ക്ഷീറ്റ് 5-ലും പറഞ്ഞത്. അതിനേക്കാൾ എക്സ്ട്രാ കുറച്ച് ടേംസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഡിഫറെന്റ് പൊസിഷൻസിലുള്ള ടേംസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് വർക്ക്ഷീറ്റ് 6-ൽ തന്നിരിക്കുന്നത്. കൺസെപ്റ്റ് ഇത് തന്നെയാണ്, ഈ ആശയം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ് എന്നൊരു ആശയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നും കൂടി പറയാം. ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു position difference, that is change in terms is proportional to change in positions. Change in terms is proportional to change in positions. Proportionality constant is the common difference. അതായത് പദങ്ങളിൽ വരുന്ന മാറ്റം പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള മാറ്റത്തിന് ആനുപാതികമാണ്. ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത് പൊതുവ്യത്യാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്. എക്സും വൈയും പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് y = k × x എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ? y = k × x എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ചേഞ്ച് ഇൻ ടേംസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു കോമൺ ഡിഫറൻസ്. ക്ലിയർ? പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള ആ വ്യത്യാസമുണ്ടല്ലോ, അതിന്റെ ഗുണിതമായിരിക്കും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വർക്ക്ഷീറ്റിൽ പോയി പ്രോബ്ലംസ് ചെയ്യണം. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ വർക്ക്ഷീറ്റിൽ പറയുന്നത്. നോക്കൂ മക്കളെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഷീറ്റിലുള്ളത്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്നത് തന്നിട്ടുണ്ട്. അതായത് ഇതൊരു സമാന്തര ശ്രേണിയിലാണ്. ഈ സംഖ്യകളെല്ലാം സമാന്തര ശ്രേണിയിലാണ് എങ്കിൽ ഇവിടെ സർക്കിൾ ഉള്ള ആ നമ്പർ കണ്ടുപിടിക്കുക, ആ സംഖ്യ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ക്ലിയർ? നമുക്കറിയാം എന്ത് കിട്ടിയാലാണ് ഇതിലെ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്യാൻ സാധിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകൾ എഴുതണമെങ്കിൽ നമുക്ക് ഇതിന്റെ പൊതുവ്യത്യാസം കാണേണ്ടി വരും, അല്ലേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൽ നേരിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ അടുത്തടുത്ത 2 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അടുത്തടുത്ത 2 ടേംസ്, 2 പദങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? ആ 2 സംഖ്യകളിൽ നിന്ന് നമുക്ക് ഇതിന്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാലോ. എത്രയാണ് ഇതിന്റെ പൊതുവ്യത്യാസം? കണ്ടു നോക്കൂ എല്ലാവരും ചെയ്തു നോക്കുക. എത്രയാണ് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം? പെട്ടെന്ന് കാണൂ. കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ്? 88 - 75. അങ്ങനെയല്ലേ പൊതുവ്യത്യാസം കാണാം. കോമൺ ഡിഫറൻസ് കാണുന്നതിന് ഒരു ടേമിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ടേം കുറച്ചാൽ മതി, അല്ലേ? അതായത് 88 - 75 അതായത് 13 ആണ്, അല്ലേ? ഈ രീതിയിലല്ലാതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും കേട്ടോ. 88 - 75 അതായത് 13. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 13 ആണ് കോമൺ ഡിഫറൻസ്. 23യോട് 30 കൂട്ടിയാൽ ചെയ്തോളൂ, ഇത് ഫിൽ ചെയ്തോളൂ. 23 + 13 36 കിട്ടി.
കേട്ടിട്ടുണ്ടാവും അല്ലേ? 49 പ്ലസ് 13 13 കൂട്ടി കൂട്ടി പോകുന്നത് അല്ലേ? 13 49ഉം 13ഉം എത്ര കിട്ടി? 62 62. സിമ്പിൾ അല്ലേ? ഇനി ഇവിടുന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒന്നാം പദം 23, മൂന്നാം പദം 49. ഒന്നാം പദത്തിൽ നിന്ന് മൂന്നാം പദത്തിലേക്ക് അല്ലേ? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 49 മൈനസ് 23, അതായത് 26. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 26. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 26. ക്ലിയർ? പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ? ഇത് മൂന്നാമത്തെ, ഇത് ഒന്നാമത്തെ. 3 മൈനസ് 1, അതായത് 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 2 കോമൺ ഡിഫറൻസ്, 2 ടൈംസ് കോമൺ ഡിഫറൻസ്. 2 പൊതു വ്യത്യാസം, 2 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് കിട്ടും. അതായത് ഒരു കോമൺ ഡിഫറൻസ് എത്രയാണ്? 26 ഡിവൈഡഡ് ബൈ 2 13 എന്ന് വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാം. ഇവിടെ അടുത്തടുത്ത ടേംസ് പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ്. ഒരു പൊസിഷൻ മാറിയപ്പോൾ ഒരു പൊതു വ്യത്യാസമാണ് മാറുക. അതുകൊണ്ട് 75 എന്നുള്ളത് 13 കൂട്ടിയപ്പോഴാണ് 88 കിട്ടിയത്. ക്ലിയർ? അപ്പോൾ ആ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് 13. അതുകൊണ്ട് ഇനി പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി ചെയ്യാൻ ശ്രദ്ധിക്കും. ക്ലിയർ അല്ലേ? മക്കളെ, ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലാണ് സംഖ്യകൾ. ഇവിടെ 2 പദങ്ങളാണ് തന്നിരിക്കുന്നത്, 17ഉം 47ഉം. 2 പദങ്ങൾ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ആദ്യ പദം 17, 2, 3, നാലാം പദം 47. ഇത് ഒന്നാമൻ അല്ലേ? ഇത് രണ്ടാമൻ, ഇത് മൂന്നാമൻ, ഇത് നാലാമൻ, ഇത് അഞ്ചാമൻ. പൊസിഷൻ അല്ലേ? ഇതല്ലേ പൊസിഷൻസ്? ഇവിടെ ഒന്നാം പദം 17, നാലാം പദം 47. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പൊതുവ്യത്യാസം എങ്ങനെ കാണാൻ നോക്കാം. നമ്മൾ പഠിച്ചത് എന്താണ്? ചേഞ്ച് ഇൻ ടേംസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻസ് അല്ലേ? എന്താണ് ചേഞ്ച് ഇൻ ടേംസ്? പദങ്ങൾ തമ്മിലുള്ള മാറ്റം എന്താണ്? 47 മൈനസ് 17, 47 മൈനസ് 17. ഇതാണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ? നാലാം പദമാണിത്. 4 മൈനസ് ഒന്നാം പദം, 4 മൈനസ് 1, 4 മൈനസ് 1. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്? ഇത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, പൊതുവ്യത്യാസം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും 47 17 കുറച്ചാൽ എത്ര കിട്ടും? 47 17 30. നിങ്ങളും ചെയ്യുന്നുണ്ടാവും അല്ലേ? 4ൽ നിന്ന് 1 കുറച്ചാൽ 3. 3 കോമൺ ഡിഫറൻസ് ആണ്. 3 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ? പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങാണ് എന്ത്? 30. 30 എന്ന് പറയുന്നത് 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 3 അല്ലേ? 30യെ 3 ഭാഗം വെച്ചാൽ അതിനൊരു ഭാഗം എത്രയാണ്? 10 എന്ന് വരും. 30 ഡിവൈഡഡ് ബൈ 3 10 എന്ന് വരും. കോമൺ ഡിഫറൻസ് 10 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൽ ഫില്ല് ചെയ്ത് പോവാലോ. എന്താണ്? 17 കഴിഞ്ഞ് 10 കൂട്ടിയാൽ 27. 27നോട് വീണ്ടും 10 കൂട്ടിയാൽ 37. 37നോട് 10 കൂട്ടുമ്പോൾ ഇവിടെ എത്തണം. ഇവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, കോമൺ ഡിഫറൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 47 എത്തില്ല. ക്ലിയർ? 47 10 കൂട്ടിയാൽ 57. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പല പൊസിഷനുകളിലുള്ള ടേം തന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പൊസിഷനിലുള്ള ടേംസ് കണ്ടെത്താനുള്ള ഒരു വർക്ക്ഷീറ്റാണ് ഈ വർക്ക്ഷീറ്റ്. അതായത് ചില പദങ്ങൾ തന്നിരിക്കും, ബാക്കി ഉള്ള പദങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ വർക്ക്ഷീറ്റിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. ഏത് ഐഡിയ പ്രകാരം? ചേഞ്ച് ഇൻ ടേംസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ച് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. തേർഡ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 24 ആൻഡ് സിക്സ്ത് ടേം 60 എന്നാണ്. തേർഡ് ടേമും തന്നിട്ടുണ്ട്, സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് എന്നാണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒന്ന് എഴുതി വെക്കാം.
എന്താണ് തേർഡ് ടേം എന്താണ് 24 ആണെന്നും സിക്സ്ത് ടേം 60 ആണെന്നും തന്നിട്ടുണ്ട്. ക്ലിയർ? നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ. കോമൺ ഡിഫറൻസ് ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടെത്തുക. നോക്കാം എന്താണ് ഐഡിയ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ? എന്താണ് നമ്മുടെ ഐഡിയ? ചേഞ്ച് ഇൻ ടേംസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻടു കോമൺ ഡിഫറൻസ്. ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ 60 മൈനസ് 24. ചേഞ്ച് ഇൻ ടേംസ് അല്ലേ? സിക്സ്ത് ടേമിൽ നിന്ന് തേർഡ് ടേം മൈനസ് ചെയ്താൽ ശരിയല്ലേ? ഡിഫറൻസ് ആ ചേഞ്ച് ഇൻ ടേംസ് അത് തമ്മിലുള്ള ചേഞ്ച്, ആ ടേംസ് തമ്മിലുള്ള ചേഞ്ച്, പദങ്ങൾ തമ്മിലുള്ള മാറ്റം, അതായത് 60 മൈനസ് 24 അല്ലേ? ഇനി എന്താണ് പൊസിഷൻ ഡിഫറൻസ്? ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനങ്ങൾ തമ്മിൽ എത്ര മാറിയിട്ടുണ്ട്? 6 മൈനസ് 3. ഇതല്ലേ സ്ഥാനങ്ങളുടെ മാറ്റം അല്ലേ? പദസ്ഥാനങ്ങളുടെ മാറ്റം 6 മൈനസ് 3. ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻടു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്നറിയാം, കിട്ടും അല്ലേ? ഇതാണ് ഐഡിയ. അങ്ങനെയാണെങ്കിൽ 16 നിന്ന് 24 മൈനസ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? 60 നിന്ന് 24 മൈനസ് ചെയ്താൽ 36 ഈക്വൽ ടു 3 ടൈംസ് കോമൺ ഡിഫറൻസ്. 3 ടൈംസ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങ് എന്ന് കിട്ടും. ക്ലിയർ? 36 ഈക്വൽ ടു 3 ടൈംസ് കോമൺ ഡിഫറൻസ്. എങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കും എല്ലാവരും. ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 36 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ക്ലിയർ? എങ്ങനെ? 3 എന്നുള്ളത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത് 1 ആയി മാറണമെങ്കിൽ 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് വരണമെങ്കിൽ 3 1 ആവണമെങ്കിൽ 3/3 ചെയ്യേണ്ടി വരും. ക്ലിയർ? ആ ഡിവിഷനാണ് ഇപ്പോഴത്തും ലെഫ്റ്റ് സൈഡിലും ചെയ്യുന്നത്. 36 ഡിവൈഡഡ് ബൈ 3 അതായത് 12 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു പൊതുവ്യത്യാസം സമം 12. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇതേ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നെക്സ്റ്റ് പാർട്ട് നോക്കൂ. എന്തായിരുന്നു ചോദ്യം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 10th ടേം ആൻഡ് 19th ടേം? 10ാം പദവും 19ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ? അതായത് നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 19th ടേമും അതുപോലെ 10th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം. ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ഐഡിയ? എന്താണ് നമ്മുടെ കൺസെപ്റ്റ്? ആശയം എന്താണ്? പൊസിഷൻസ്. ഏതൊക്കെ പൊസിഷൻസ്? 19 ഇവിടെ 10 19 മൈനസ് 10 അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? 19 മൈനസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ 19 മൈനസ് 10 എന്ന് ഇത് എത്രയാണ് പദം എന്ന് തന്നിട്ടില്ല. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? 9 ഇൻറ്റു കോമൺ ഡിഫറൻസ്, 9 ടൈംസ് കോമൺ ഡിഫറൻസ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ നിന്ന് കിട്ടിയിരുന്നു കോമൺ ഡിഫറൻസ് 12 ആണ്. 9 ഇൻറ്റു 12 എത്ര കിട്ടും? 108 108 എന്ന് കിട്ടും. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒരുമിച്ച് ചെയ്യാം. ഒന്ന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് അത് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പാർട്ട് നോക്കൂ. സി പാർട്ട് പറയുന്നത് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ് എന്നാണ്. നമുക്ക് എന്ത് അറിയാം? കോമൺ ഡിഫറൻസ് 12 ആണ് എന്ന് നമുക്കറിയാം അല്ലേ? ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഏതെങ്കിലും ഒരു ടേം നമുക്ക് അറിയണം എങ്കിലേ ഫസ്റ്റ് ടേം എത്രയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അല്ലേ? ഒന്നാം പദം എത്ര? ഇവിടെ നമുക്ക് തന്നത് എത്രാമത്തെ ടേം ആണ്? തേർഡ് ടേം 24 എന്നുണ്ട്, അല്ലെങ്കിൽ സിക്സ്ത് ടേം 60 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടേം കാണാനാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തേർഡ് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തേർഡ് ടേം
എന്തുണ്ടാവും? തേർഡ് ടേം ആയിട്ട് എന്ത് തേർഡ് ടേം വന്ന് ഇവിടെ ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം, തേർഡ് ടേം. തേർഡ് ടേം 24 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എത്ര എന്നാണ് ചോദ്യം, ശരിയല്ലേ? എങ്കിൽ ഈ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ മാറ്റമുണ്ട്? ഇതിന്റെ പൊസിഷൻ 3 - 1. 3 - 1 കോമൺ ഡിഫറൻസ്, അതായത് 2 കോമൺ ഡിഫറൻസിന്റെ മാറ്റമുണ്ട് അല്ലേ? അപ്പൊ 2 കോമൺ ഡിഫറൻസ് ബാക്കിലേക്കാണ് നമുക്ക് പോരേണ്ടത്. 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. ഈ ചേഞ്ച് വന്നത് 2 കോമൺ ഡിഫറൻസ് ആണ്. ഇതിലുള്ള മാറ്റം എന്ന് പറയുന്നത് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. എങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് ബാക്കിലേക്ക് മുമ്പുള്ള പദമാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തേർഡ് ടേമിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. എത്ര? 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് ടേം ഈക്വൽ ടു 3, തേർഡ് ടേം മൈനസ് ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. തേർഡ് ടേം മൈനസ് ഇതിന്റെ പൊസിഷൻസ് തമ്മിലുള്ള മാറ്റം 3 - 1. 3 - 1 ആണ് നമ്മൾ 2 എന്ന് പറയുന്നത്. ഇത്രയും കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് ക്ലിയർ? അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം മൈനസ് 3 - 1 കോമൺ ഡിഫറൻസ്. 3 പൊസിഷൻസ് തമ്മിലുള്ള ചേഞ്ച് 3 - 1 ടൈംസ് കോമൺ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? തേർഡ് ടേം എത്രയാണെന്ന് അറിയാം? 24 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 12 ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇടുന്നത് നമ്മുടെ തെറ്റാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. പല കുട്ടികളും ക്ലാസ്സിൽ ചെയ്യുന്നത് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഇതിന്റെ ബേസ് അറിയാത്ത കുട്ടികൾ 24 - 2 ചെയ്യാറുണ്ട്. 24 - 2 22 × 12 ചെയ്യാൻ സാധ്യതയുണ്ട്. ബേസ് നിങ്ങൾ ഉറപ്പിക്കണം. ഇനി നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു സൂത്രമുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. ഗുണനം വന്നാൽ അത് ഒരു ചെറിയ ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കാം. എങ്കിൽ നമുക്ക് കിട്ടും 24 - 24 = 0 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം 0 ആണ് എന്ന് കിട്ടും. ക്ലിയർ? ഫസ്റ്റ് ടേം 0, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണിത്. 0, 12, 24 ഇങ്ങനെ പറയുന്ന ഒരു സീക്വൻസ് ആണ്, ഈ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇത്. ക്ലിയർ? വർഷത്തെ 6ലെ ബാക്കി 3 പ്രോബ്ലംസ് നിങ്ങൾ ഇതേ മോഡൽ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വയം ട്രൈ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ PDF കോപ്പി കിട്ടും. ഇനി വർഷീറ്റ് 7ലെ കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഒരു പുതിയ കൺസെപ്റ്റാണ്. പുതിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആശയത്തിന്റെ തുടർച്ചയായ മറ്റൊരാശയമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, in an arithmetic sequence a term will be half the sum of the terms just before and after it. ഒന്നുകൂടി പറയാം. In an arithmetic sequence a term will be half the sum of the terms just before and just after it എന്നാണ്. നമ്മളെ നോക്കൂ, ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. അതിലെ ഏതെങ്കിലും 3 ടേമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. A, B, C etc. മുന്നിലും അതിന്റെ ടേംസ് ഉണ്ട്, പദങ്ങളുണ്ട്. മുൻപിലെ പദങ്ങളും ഞാൻ എഴുതിയിട്ടില്ല, അത് കഴിഞ്ഞുള്ള പദങ്ങളും എഴുതിയിട്ടില്ല. A, B, C എന്ന് പറയുന്നത് 3 സംഖ്യകളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ 3 ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് ഇതിലെ ഒരു ടേം, ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുന്നത്, എക്സാമ്പിൾ ആയിട്ട് B എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ജസ്റ്റ് ബിഫോർ, അതിന് തൊട്ട് മുമ്പുള്ള ടേമും അതിന്റെ തൊട്ട് പിന്നീടുള്ള ടേമും, അതായത് തൊട്ട് മുമ്പുള്ള പദവും അത് കഴിഞ്ഞിട്ടുള്ള പദവും തമ്മിൽ അതിന്റെ സമ്മിന്റെ ഹാഫ് ആയിരിക്കും, അതിന്റെ തുകയുടെ പകുതിയായിരിക്കും. അതായത് ഇതിന്റെ തൊട്ട് മുമ്പ് A ആണ്, ഇത് കഴിഞ്ഞിട്ടുള്ളത് C ആണ്. അതിന്റെ സമ്മ് അല്ലേ? സമ്മ് A + C ആണ്. ഇതിന്റെ ഹാഫ് ആയിരിക്കും ഈ സമ്മിന്റെ ഹാഫ് ഓഫ് A + C അല്ലെങ്കിൽ A + C / 2 ആയിരിക്കും എന്നതാണ്. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിലും കണ്ടിന്യൂസ് ആയിട്ട് 3 ടേംസ് തന്നു കഴിഞ്ഞാൽ അതിലെ ഈ ടേം, ഒരു മിഡിലുള്ള ഈ ടേം അതിന്റെ തൊട്ട് മുമ്പുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള ടേമുകളുടെ തുകയുടെ പകുതിയായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അതായത് അങ്ങനെ പറഞ്ഞാൽ 3 consecutive terms are considered, then
the middle term will be half of the sum of the other two terms. അല്ലേ, ഇത് തന്നെ മിഡിൽ ടേം എന്ന് പറയുന്നത് സമ്മിന്റെ പകുതിയായിരിക്കും എന്നർത്ഥം. ക്ലിയർ? സമ്മിന്റെ പകുതിയായിരിക്കും മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയാൽ പകുതിയാണ് ഇത് എന്ന് പറഞ്ഞാൽ നോക്കൂ, എക്സാമ്പിൾ ആയിട്ട് 2, 7, 12 ഇങ്ങനെ 3 ടേംസ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ടേംസ് ആണ് വരുന്നത്. ഇതിലെ 2ഉം 12ഉം കൂടി ആഡ് ചെയ്താൽ 14 ആണ് അല്ലേ. 14 ഇതാണ് സമ്മ. 2ഉം 12ഉം തമ്മിൽ ആഡ് ചെയ്താൽ 14 ആണ്. ആ 14 ആ സമ്മിന്റെ ഹാഫ് അല്ലേ 7. അതായത് തൊട്ട് മുമ്പുള്ളതും അത് കഴിഞ്ഞുള്ളതും തമ്മിൽ കൂട്ടിയാൽ ആ കിട്ടുന്ന സംഖ്യയുടെ പകുതിയായിരിക്കും നടുവിലുള്ള സംഖ്യ, മധ്യത്തിലുള്ള പദം എന്ന് പറയുന്നത്, ടേം എന്ന് പറയുന്നത് അല്ലെ. 2ഉം 12ഉം 14. 14ന്റെ പകുതിയാണ് മധ്യത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ മിഡിലുള്ള എന്താണ്, ഡബിൾ ആണ് ഈ സമ്മ എന്ന് നമുക്ക് പറയാം അല്ലേ. ഹാഫ് ആണ് നടുവിലുള്ളതെങ്കിൽ ഇതിന്റെ പകുതിയാണ്, ഈ തുകയുടെ പകുതിയാണ് നടുവിലുള്ളതെങ്കിൽ നമുക്ക് തിരിച്ച് വേറൊരു രീതിയിലും അതിനെ പറയാം. എന്താണ്, ഈ നടുവിലുള്ള സംഖ്യയുടെ ഏതാണ് നടുവിലുള്ള സംഖ്യ? ബിയുടെ ഇരട്ടിയാണ് ഈ തുക എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. 2b = a+c. ക്ലിയർ? ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത കൺസെപ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്താണ്? എ ടേം വിൽ ബി ഹാഫ് ദ സം ഓഫ് ടേംസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദാറ്റ് ടേം എന്നാണ്. എന്താണ്? ഒരു പദം എന്ന് പറയുന്നത് ഏതിന്റെ തുകയുടെ, അതിന്റെ തുല്യ അകലത്തിലുള്ള പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും എന്നുള്ളതാണ്. എന്താണ്? സമാന്തര ശ്രേണിയിലെ ഏതൊരു പദവും ആ പദത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം കൺസിഡർ ചെയ്യുക, ഒരു പദം കൺസിഡർ ചെയ്യാം. ഞാൻ ഒരെണ്ണം 17 എടുക്കാം. ഏതെങ്കിലും ഒരു ടേം എടുക്കാം. ഞാൻ 17 ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഈ പദം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പദങ്ങൾ, ഇതിൽ നിന്ന് തുല്യ അകലത്തിൽ, ഇതിന്റെ ഒരു പൊസിഷൻ പിന്നിലും ഒരു പൊസിഷൻ മുന്നിലുമുള്ള അതിന്റെ തുല്യ അകലല്ലേ 17 എന്ന പദത്തിൽ നിന്ന് തുല്യ അകലത്തിലാണ് 14ഉം അതുപോലെ 20ഉം കിടക്കുന്നത്. ഈ 14ന്റെയും 20ന്റെയും തുക എത്രയാണ്? സമ്മ എത്രയാണ്? ഇതിന്റെ സമ്മ ഈക്വൽ ടു എത്ര? 20 + 14 34. ഈ 34ന്റെ ഹാഫ് അല്ലേ ഈ സമ്മിന്റെ ഹാഫ് അല്ലേ 70 അല്ലേ? അത് തന്നെയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത്, തൊട്ട് മുമ്പുള്ള പദത്തിന്റെയും അത് കഴിഞ്ഞുള്ള പദത്തിന്റെയും സമ്മിന്റെ ഹാഫ് ആണ് മിഡിൽ ടേം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ പിന്നെ ഇപ്പോഴെന്താ പറയുന്നത്? ഇത് തൊട്ട് മുമ്പുള്ളതാവണം എന്നില്ല. ഇതിൽ നിന്ന് 2 പദങ്ങൾ പിന്നിലേക്ക് എടുത്തു 11. ഇതിൽ നിന്ന് 2 പദങ്ങൾ മുന്നിലേക്ക് എടുത്തു, അതായത് 2 പൊസിഷൻ നീക്കിയെടുത്തു 23. ഈ 23യും 11ഉം തമ്മിലുള്ള സം എത്രയാണ്? 23യും 11ഉം തമ്മിലുള്ള തുക അല്ലേ 23ഉം 11ഉം തുക എത്രയാണ്? 34 തന്നെയാണല്ലോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് അല്ലേ. ഈ 34 തന്നെയാണ് ഇവിടെയും സം കിട്ടുന്നത്. അതായത് ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള, ഈക്വിഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരേ അകലത്തിലേക്ക്. ക്ലിയർ? 70 ഒരേ അകലം മുമ്പിലേക്കും ഒരേ അകലം പിന്നിലേക്കും എടുത്തു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ പദങ്ങളുടെ തുകയും 34 തന്നെയാണ് വന്നത്. അതിന്റെ പകുതി തന്നെയാണ് 17 എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കൂ, ഞാൻ ഇതിൽ നിന്ന് വേറൊരു അകലത്തിലേക്ക് എടുക്കുകയാണ്. 2 ടേംസ് അല്ല, ഞാൻ 3 ടേംസ് എടുക്കുകയാണ്. കണ്ടില്ലേ? ഇതും ഇവിടെ നിന്ന് 17 എന്ന പദത്തിൽ നിന്ന് 3 ടേംസ് മുമ്പോട്ട് എടുക്കുക, പിന്നിലേക്ക് എടുത്തു. 3 ടേംസ് പിന്നിലേക്ക് എടുത്തു. ഇതിൽ നിന്ന് 3 ടേംസ് മുന്നിലേക്ക് എടുക്കുകയാണ്. ഇത് തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? സമ്മ 26 + 8 അതും 34 തന്നെയാണല്ലോ. അതിന്റെയും ഹാഫ് തന്നെയാണ് ഈ 70 അല്ലേ. അതാണ് പറയുന്നത്, ഒരു ടേമിൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയ ടേംസുകളുടെ സമ്മുകളുടെ പകുതിയായിട്ട് സമ്മിന്റെ ഹാഫ് ആയിരിക്കും ആ ടേം എന്ന് പറയുന്നത്. ഒരു പദത്തിൽ നിന്ന് തുല്യ അകലത്തിലെ ഉള്ള പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും ആ പദം. ക്ലിയർ അല്ലേ മക്കളെ?
വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ ഇരുന്ന് ഇതിനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കണ്ടെത്തലുകൾ ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ക്ലിയർ? അപ്പം നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഏതെങ്കിലും ഒരു പദം 17 എടുക്കണമെന്നില്ല, 20യോ 23യോ അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള പദങ്ങളോ ഏതോ എടുത്തോളൂ. നിങ്ങൾ ഇതേപോലെ മുമ്പുള്ള വേറൊരു പദം എടുത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങളൊരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾ എഴുതിയ സീക്വൻസിന്, അരിത്തമെറ്റിക് സീക്വൻസിനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രത്യേകത കണ്ടെത്താൻ സാധിക്കും. ക്ലിയർ? അങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. അല്ലാതെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യൻ തന്നെ ബൈഹാർട്ട് പഠിക്കലല്ല മാത്സ് പഠിക്കല്. നിങ്ങൾ ഇതേപോലെ സ്വയം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ, ഒരു സമാന്തര ശ്രേണി എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ആ സമാന്തര ശ്രേണിയിൽ ഇത്തരം പ്രത്യേകതയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. എന്ത് പ്രത്യേകത? അതിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പദങ്ങൾ എടുക്കുക, ആ പദങ്ങൾ കൂട്ടി നോക്കുക. അതിന്റെ പകുതിയാണോ നമ്മൾ ഒരു പദം എടുത്തത് ആ പദം എന്ന് നോക്കുക. ക്ലിയർ? ഒരു പദം എവിടേക്ക് എടുത്തു? ഞാൻ 2 പദമോ 3 പദമോ അല്ലെങ്കിൽ 4 പദം എവിടേക്ക്, 4 പദം അവിടേക്ക്. ക്ലിയർ? മനസ്സിലായോ? അങ്ങനെ ഒരു പ്രത്യേകത, അതിൻ്റെ തുകയുടെ പകുതിയായിരിക്കും ഇത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഈ ആശയം പറയുന്നത്. ഈ ആശയം ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഈ വർക്ക്ഷീറ്റിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ടേംസിന്റെ ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ, ആ ടേംസുകളുടെ സമ്മിന്റെ ഹാഫ് ആണ് എന്നാണ് പറഞ്ഞത് ആ ടേം. ക്ലിയർ? പിന്നെ അത് തന്നെയാണ് പറഞ്ഞത്, 3 കൺസിക്യൂട്ടീവായ തുടർച്ചയായ 3 പദങ്ങൾ തന്നാൽ അതിൻ്റെ അതിലെ ഒരു പദം എന്ന് പറയുന്നത് മിഡിൽ ടേം, മധ്യപദം എന്ന് പറയുന്നത് തൊട്ടു മുമ്പുള്ള പദവും അതിന് ശേഷമുള്ള പദവും തമ്മിൽ കൂട്ടിയ തുകയുടെ പകുതിയായിരിക്കും. അല്ലേ? അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഏതിലേക്ക് എത്തി? അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തൊട്ട് മുമ്പുള്ളതോ തൊട്ട് പിന്നെയുള്ളതോ വേണ്ട. നിങ്ങൾ ഇതിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയി എത്ര അകലത്തിലായിക്കോട്ടെ, ഇതിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയ ടേംസ് 2 ഉണ്ടാവും. ഒന്ന് ഇതിന്റെ മുന്നിലുണ്ടാവും, ഒന്ന് പിന്നിലുണ്ടാവും. ആ 2 ടേംസിന്റെയും തുക കണ്ടാൽ ആ തുകയുടെ പകുതിയായിരിക്കും ആ പദം എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയ ഈ ഒരു ആശയത്തിന്റെ ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നോക്കൂ മക്കളെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതാണ്: ഇഫ് ദ സെക്കൻഡ് ടേം ഓഫ് an arithmetic sequence is p, then what is the sum of first 3 terms? What is the sum of first 3 terms എന്നാണ്. ക്ലിയർ? അവരെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 3p, 2p, p, 4p. ഇതിലേതാണ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്താണ് കിട്ടുന്നത് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്നത് രണ്ടാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം p ആണ് എങ്കിൽ എന്താണ് ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്നാണ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം p ആണ് എങ്കിൽ ആദ്യത്തെ 3 പദങ്ങളുടെയും തുക സമ്മ എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ മുമ്പ് പഠിച്ച ആശയത്തെ ഇവിടെ പ്രയോഗിക്കാൻ പറ്റുമോ നോക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിക്കിട്ടുന്ന തുകയില്ലേ, അതിന്റെ പകുതിയാണ് p എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളതൊരു വേറെ ഭാഷയിൽ പഠിച്ചു. എന്താണ് ആ തുക എന്ന് പറയുന്നത്? ഇതിന്റെ ഡബിൾ ആണ്, 2p ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ തുക, സമ്മ തുക എത്ര കിട്ടും? ഇതിന്റെ ഇരട്ടി കിട്ടണം, എന്നാലേ ഇതിന്റെ പകുതി p വരുള്ളൂ. അല്ലേ? ആ തുകയുടെ പകുതിയാണ് p എങ്കിൽ തുക എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടിയാണ്. ശരിയല്ലേ? അപ്പൊ 2p കിട്ടണം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 2p, പിന്നെ ഇതും ഒരു p-യും. അപ്പൊ ആകെ മൊത്തം തുക എത്രയായി? സം എത്രയായി? 2p-യും p-യും കൂട്ടിയാൽ 2p + 1p, 3p എന്നാണ് ആൻസർ. ഇതിലുണ്ടോ ഓപ്ഷൻ? അപ്പൊ തുക 3p എന്നാണ് പറയേണ്ടത്. ഇതിൽ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അതാ ഫസ്റ്റ് തന്നെ കിടക്കുന്നു. അതായത് എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ എ, 3p എന്നാണ്. നിങ്ങൾക്കും അത് തന്നെയാവും അല്ലേ കിട്ടിയത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്, ഒരു സീക്വൻസ് ആണ് അല്ലേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. a+1, a+2, a+3 എക്സെട്ര അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കേട്ടോ. a+1, a+2, a+3 എക്സെട്ര ഈസ് 10.
പദം അതിൻ്റെ 10 എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം? അതിൻ്റെ 1-ാം പദവും 5-ാം പദവും തമ്മിലുള്ള തുക എത്ര എന്നാണ് ചോദ്യം. അല്ലേ, 3-ാം പദം തന്നിട്ടുണ്ട്, 1-ാം പദവും 5-ാം പദവും തമ്മിലുള്ള തുക എത്ര? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ A+1, A+2, A+3 ഒക്കെ എത്രയോ ആയിക്കോട്ടെ, നമുക്ക് അറിയേണ്ടത് മൂന്നാമത്തെ പൊസിഷനിൽ ഉള്ളത് ആരാണ്? 10 ആണ്. അല്ലേ, ഈ സീക്വൻസിൽ. പിന്നെ നമുക്ക് 3-ാമത്തെ പദത്തിലെ ഇതാണ്. പിന്നെ ഈ ബാക്കി പദങ്ങളൊന്നും അറിയില്ല. നമുക്കറിയേണ്ടത് ഫസ്റ്റും ഫിഫ്ത്തും തമ്മിലുള്ള സമ്മാണ്. 1-ാം പദവും 5-ാം പദവും 4, 5 ഇത് തമ്മിലുള്ള സമ്മാണ് അറിയേണ്ടത്. ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ്. അല്ലേ, ഞാൻ റഫായിട്ട് ഒരു ചിത്രം വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ചിത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ് എന്താണെന്ന് ആലോചിക്കുക. എന്താശയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? 10 എന്ന് പറയുന്നത് ഈ 1, 2, 3, 4, 5 ഇത് 5-ാമനാണ്, ഇത് 4-ാമൻ. അല്ലേ, ഇത് 2-ാമനാണ്, ഇത് 1-ാമനാണ്. പൊസിഷൻസ് ആണ് ഞാൻ ആദ്യം എഴുതിയത് കേട്ടോ. ടേംസ് ആണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. പദമല്ല, ഇത് പൊസിഷൻസ് ആണ്, സ്ഥാനങ്ങളാണ്. 3-ാം പദം എന്ന് പറയുന്നത് ഈ 1-ാം പദവും 5-ാമനും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ എന്ന് ആലോചിക്കാം. നോക്കൂ മക്കളെ, ഈ 1-ാമനിലും 5-ാമന്റെയും മധ്യത്തിലല്ലേ ഈ 3-ാം പദം കിട്ടുന്നത്? അല്ലേ, ആദ്യത്തെ 5 പദങ്ങൾ എടുത്താൽ അതിലെ മധ്യത്തിലല്ലേ 3-ാമൻ? ക്ലിയർ? അതായത് 5 പദങ്ങളിൽ മധ്യത്തിലാണ് 3-ാമൻ. നടുവിലാണ്, മുൻപ് 2 പേരുണ്ടാവും, അത് കഴിഞ്ഞ് 2 പേരുണ്ടാവും. ശരിയല്ലേ? മധ്യത്തിലാണ്. എങ്കിൽ ഈക്വിഡിസ്റ്റന്റ് ആണ്. ഈക്വിഡിസ്റ്റന്റ് ഒരേ അകലത്തിലാണ്. 1-ാം പദം ഈ പദത്തിൽ നിന്ന് ഒരേ അകലത്തിലാണ് 1-ാം പദവും, അതേ അകലത്തിൽ തന്നെയാണ് 5-ാം പദവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഐഡിയ പഠിച്ചിട്ടുണ്ട്. ഇത് ഈ 2 സമ്മിന്റെയും പകുതിയാണ് 10. ശരിയല്ലേ? ഈക്വിഡിസ്റ്റന്റ് ആയ പദങ്ങളുടെ പകുതിയാണ്, അതിന്റെ സമ്മിന്റെ തുകയുടെ പകുതിയാണ് 10. എങ്കിൽ ഈ സമ്മ് 2 × 10 വരണ്ടേ? 2 times 10, അതായത് 20 വരണം. അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും തമ്മിലുള്ള തുക എത്ര? 1-ാം പദത്തിന്റെയും 5-ാം പദത്തിന്റെയും തുക എത്രയെന്ന് ചോദിച്ചാൽ ഈ 10ന്റെ ഇരട്ടി 20. ക്ലിയർ? ഈക്വിഡിസ്റ്റന്റ് ആണ്. ഈ 10-ൽ നിന്ന് ഒരേ അകലത്തിലാണ് 1-ാം പദവും, അതേ അകലത്തിൽ തന്നെയാണ് 5-ാം പദവും ഉള്ളത്. അതുകൊണ്ട് ഈക്വിഡിസ്റ്റന്റ് ആയതുകൊണ്ടാണ് ആ തുകയുടെ പകുതി 10 വരുന്നത്. തുകയുടെ പകുതി 10 എന്ന് പറഞ്ഞാൽ തുക 20 എന്നർത്ഥം. ഓപ്ഷൻസ് എഴുതാൻ വിട്ടുപോയി അല്ലേ? നോക്കൂ, ഇതായിരുന്നു ഓപ്ഷൻ എ. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 20, സി 50, ഡി 40. നമുക്കിവിടെ എത്രയാണ് ആൻസർ കിട്ടിയത്? 20 ആണ് ആൻസർ അല്ലേ? അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്ലിയർ? നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സർക്കിളിലുള്ള നമ്പേഴ്സ് ഒക്കെ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ സെക്കൻഡ് ആൻഡ് ഫോർത്ത് സർക്കിൾസ്? നമുക്ക് തന്നിരിക്കുന്നത് 3-ാം പദമാണ്. കാണേണ്ടത് സെക്കൻഡും ഫോർത്തും തമ്മിലുള്ള തുക എത്ര എന്നാണ്. സിമ്പിൾ ആണ്. എന്താണ് ഈ സെക്കൻഡും ഫോർത്തും തമ്മിൽ കൂട്ടിയാൽ കിട്ടുക? വളരെ സിമ്പിൾ അല്ലേ? സെക്കൻഡും ഫോർത്തും തമ്മിൽ കൂട്ടിയാൽ തുക എത്രയാണ്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. ഇതിന്റെ മധ്യത്തിലാണ്, അതുകൊണ്ട് ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? അതിന്റെ ഡബിൾ 30. ഇതിന്റെ തുകയുടെ പകുതിയാണ് 35. എങ്കിൽ തുക എന്ന് പറയുന്നത് 70 ആണ്. ക്ലിയർ? അപ്പൊ അതായത് ആൻസർ 70 എന്ന ആൻസർ കിട്ടും. ക്ലിയർ? സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് ഫോർത്ത് ടേം ഈസ് 70 എന്നാണ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ എത്ര എന്നായിരുന്നു ഇതിനെ നേരത്തെ ചോദിച്ചെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഫസ്റ്റും ഫിഫ്ത്തും തമ്മിൽ ആഡ് ചെയ്താൽ എത്രയായിരിക്കും? ഫസ്റ്റും ഫിഫ്ത്തും എത്രയായിരിക്കും? കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ? പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും മനസ്സിലായി. അതായത് ഈ ടേമിൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആണ്. ഇതിൽ നിന്ന് 2 ടേം പിന്നിലോട്ടും 2 ടേം മുന്നിലോട്ടുമാണ് അല്ലേ? 2 ടേം പിന്നിലോട്ടും 2 പദങ്ങൾ മുന്നിലോട്ടുമാണ്. അതുകൊണ്ട് ഇതിന്റെ തുക ഫസ്റ്റും ഫിഫ്ത്തും തമ്മിലുള്ള സമ്മും എത്രയായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? 35ന്റെ ഇരട്ടി ആയിരിക്കും. അത് എത്രയാണ്? 70 തന്നെയാണ്. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ്
ഫസ്റ്റും ഫിഫ്ത്തും തമ്മിൽ കൂട്ടിയാലും കിട്ടുന്നത്. അത് 70 എന്ന് തന്നെയാണ് ആൻസർ. ഇത് രണ്ടും കൂടി കൂട്ടിയാലും സമ 70 എന്ന് തന്നെ ആൻസർ കിട്ടും. 5 പദങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ 5 പദങ്ങളുടെയും തുക എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ? ഈ സീക്വൻസിലെ 5 ടേംസിന്റെയും സമ്മ എത്രയായിരിക്കും? ആലോചിച്ച് നോക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 70 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാലും 70 ആണ്. അപ്പൊ എത്രയാണ്? ആദ്യത്തെ 70 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ 70 പ്ലസ് ഒന്നാമത്തെ 5-ാമത്തെയും കൂട്ടിയാലും 70, പിന്നെ കൂടാതെ ഇതിന്റെ മിഡിൽ ഉള്ള 55. അപ്പൊ മൊത്തം എത്രയായി? 70 പ്ലസ് 70 140, 140 പ്ലസ് 35 175 കിട്ടും. പുതിയൊരു ഐഡിയയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വർക്ക്ഷീറ്റാണത്. മനസ്സിലായോ? നമ്മളിതിൽ നിന്ന് ഇങ്ങനെ പുതിയതായ കണ്ടെത്തലുകളിലേക്ക് പോവുകയാണ്. ക്ലിയർ? ഇപ്പൊ നമ്മൾ 5 ടേംസ് എടുത്തു. 5 ടേംസിന്റെയും സമ്മ് 175 ആണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഈ 35ഉം 175 തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം പുതിയൊരു ആശയത്തിലേക്ക്, പുതിയൊരു കൺസെപ്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ? ഈ 5 ടേംസിലെ മിഡിലായിട്ട് കിടക്കുന്ന ഈ 35ഉം ഈ 5 ടേംസിന്റെ സമ്മും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ക്ലിയർ? നോക്കൂ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്ന് വായിച്ചു നോക്കുക. എന്താണ്? എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ നന്നായി ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. എ ഫ്ലവർ കാർപ്പറ്റ് ഈസ് മെയ്ഡ് by arranging the flowers in 17 concentric circles. Concentric circles എന്ന് പറഞ്ഞാൽ ഒരേ സെന്ററുള്ള സർക്കിൾസ്. Clear? The number of flowers in the circles are in arithmetic sequence. Ninth circle has 45 flowers and first circle, which is the innermost circle, contains 5 flowers എന്നാണ്. ക്ലിയർ? എന്താണ് തന്നിരിക്കുന്നത്? 17 ഏകകേന്ദ്ര വൃത്തങ്ങളിലായിട്ടാണ് കാർപ്പറ്റിലെ ഫ്ലവേഴ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ തന്നിരിക്കുന്നത് 9ാമത്തെ സർക്കിളിൽ ഉള്ളത് 45 ഫ്ലവേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ സർക്കിളിൽ, 1ാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉൾഭാഗത്തുള്ള ആദ്യത്തെ ചെറിയ സർക്കിളിൽ അതിലുള്ളത് 5 പൂക്കളുമാണുള്ളത്. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ദ ഔട്ടർമോസ്റ്റ് സർക്കിൾ എന്നുള്ളതാണ്. ഏറ്റവും പുറമേ കാണുന്ന സർക്കിളിൽ വൃത്തത്തിൽ എത്ര പൂക്കൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്നാണ്. ഏറ്റവും പുറമേ കാണുന്ന സർക്കിൾ ആകെ എത്ര സർക്കിൾ ഉണ്ട്? 17 സർക്കിളാണുള്ളത്. 17 വൃത്തങ്ങളിലായിട്ടാണ് അല്ലേ? അപ്പൊ ഏറ്റവും പുറമേ, ഏറ്റവും ഉള്ളിലുള്ളത് 1 ആണെങ്കിൽ ഏറ്റവും പുറമേ ഉള്ളത് എത്രാമത്തെ ആയിരിക്കും? 17ാമത്തെ സർക്കിൾ ആയിരിക്കും അല്ലേ? 17ാമത്തെ വൃത്തം. അപ്പൊ ചോദ്യം ഇതാണ്, 17ാമത്തെ വൃത്തത്തിൽ എത്ര പൂക്കൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും? തന്ന ഡാറ്റയെ നമ്മളൊന്ന് ചുരുക്കി എഴുതിയതാണ് ഇവിടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് സർക്കിൾസ് 17 ആണ് അല്ലേ? ഏകകേന്ദ്ര വൃത്തം എന്ന് പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു സർക്കിള് ഇതേ സെന്റർ ആയിട്ട് തന്നെ കുറച്ചുകൂടി വലിയ സർക്കിള്, പിന്നെ കുറച്ചുകൂടി വലിയ സർക്കിൾ, അങ്ങനെ 17 വൃത്തങ്ങളുണ്ട് ആ കാർപ്പറ്റില് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 17 വൃത്തങ്ങളിലായിട്ടാണ്, സർക്കിൾസിലായിട്ടാണ് പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17th ഏറ്റവും പുറമേയുള്ള സർക്കിളിൽ, ഏറ്റവും പുറമെ ഔട്ടർമോസ്റ്റ്, ഏറ്റവും പുറത്തുള്ള ഇതാണ് അവർ 1ാമത്തെ എന്ന് പറയുന്നത്. ഈ സർക്കിൾ 2ാമത്തെ സർക്കിളാണ്, അതിന്റെ തൊട്ട് മുകളിലുള്ളത് 2ാമത്തെ. അങ്ങനെ പോയി ഏറ്റവും പുറമേയുള്ള സർക്കിൾ എന്ന് പറയുന്നത് 17th ആയിരിക്കും അല്ലേ? ടോട്ടലി 17 സർക്കിൾസ് ആണുള്ളത്. അങ്ങനെ 17ാമത്തെ വൃത്തത്തിൽ എത്ര പൂക്കൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 5ൽ നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ പോയി 9th 45 ആണ്. 9th 45 ആണ്. ക്ലിയർ? ആകെ 17 ഉണ്ട്. 17ാമത്തെ എത്രയാണ് എന്നാണ് ചോദ്യം. 9ൽ നിന്ന് ഒരേ അകലത്തിലുള്ള 2 നമ്പേഴ്സ് ആണ് ഏത്? 9ൽ നിന്ന് 8 കുറച്ചാൽ 1ാമത്തേതും 8 കൂട്ടിയാൽ 17 കിട്ടും. ശരിയല്ലേ? 9ൽ നിന്ന് 8 കുറച്ചാൽ പൊസിഷൻസ്
പറയുന്നത് കേട്ടോ. 8 പൊസിഷൻ ഇങ്ങോട്ട് പോന്നാൽ ഒന്നാമത്തെയും 8 പൊസിഷൻസ് മുന്നോട്ട് പോയാൽ 17ാമത്തെയും കിട്ടും. അതായത് 9th എന്ന് പറയുന്നത് മിഡിലാണ് കിടക്കുന്നത്. ഏതിൻ്റെ? ഫസ്റ്റിൻ്റെയും 17th മിഡിലാണ്. എങ്കിൽ നിങ്ങൾ പഠിച്ച ആശയം ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടിയ സമ്മ എത്രയായിരിക്കും? ഒന്നാമത്തെയും 17ാമത്തെയും. ഇത് 17ാമത്തെ പദമല്ല. 17 എന്ന് പറയുന്നത് 9th ആണ്, ഇത് ഫസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഒന്നാമത്തെയും 17ാമത്തെയും പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ നടുവിലുള്ള മധ്യത്തിലുള്ള 45ന്റെ ഇരട്ടിയായിരിക്കും. അതായത് 2 times 45 എത്രയാണിത്? 90 ആയിരിക്കും. അതായത് ഒന്നാമത്തെയും 17ാമത്തെയും കൂട്ടിയാൽ 90 കിട്ടും. ഇത് 5 ആണെങ്കിൽ ബാക്കി ഇത് എത്രയായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഇത് 5 ആണ്, ഫസ്റ്റ് 5 ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കും? 90 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതെങ്കിൽ ഇത് എത്രയായിരിക്കണം? 85 വരണ്ടേ? ക്ലിയർ അല്ലേ മക്കളെ? അതായത് 17th സർക്കിൾ 85 പൂക്കൾ ഉണ്ടായിരിക്കും, 85 പൂക്കൾ ഉണ്ടായിരിക്കും. സമാന്തര ശ്രേണിയിലാണ് ആ പൂക്കളുടെ എണ്ണങ്ങൾ എന്ന് കൃത്യമായി തന്നിട്ടുണ്ട്. ക്ലിയർ? നമ്മൾ പഠിച്ച ആശയത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ഇതേ പ്രോബ്ലത്തിന്റെ ബി പാർട്ടാണ് കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ 2 adjacent circles എന്നാണ്. 2 അടുത്തടുത്ത സർക്കിൾസിലുള്ള പൂക്കളുടെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഐഡിയയിൽ അതെന്തായിരിക്കും? അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള ടേംസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലേ? പൊതുവ്യത്യാസമാണ്. ആ പൊതുവ്യത്യാസം കാണുക എന്നാണ് ഇവിടെ ചോദ്യം. ക്ലിയർ? ഈ ചോദ്യത്തെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കേ. അപ്പോൾ നിങ്ങൾക്ക് തന്നത് എന്താണ്? തന്നിരിക്കുന്നത് ഫസ്റ്റ് 5 ആണെന്നും 9th 45 ആണെന്നാണ്. എന്താണ് നമ്മുടെ ഐഡിയ? ചേഞ്ച് ഇൻ ടേംസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻസ് ഇൻടു കോമൺ ഡിഫറൻസ് എന്നുള്ളതാണ് അല്ലേ? അതായത് ടേംസ് ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻടു കോമൺ ഡിഫറൻസ്. ഇവിടെ ചേഞ്ച് ഇൻ ടേംസ് എന്താണ്? ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 45 minus 5. 45 minus 5 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻസ് 9 minus 1 അതാണ് ഡിഫറൻസ് അല്ലേ? 9 minus 1 ഇൻടു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 8 കോമൺ ഡിഫറൻസ് ആവില്ലേ? 8 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് എത്ര? 40 എന്ന് പറയുന്നത് 8 ടൈംസ് കോമൺ ഡിഫറൻസ്. 8 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്തു നോക്കുക അല്ലേ? എങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? എത്രയാണ്? ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 8. എത്രയാണത്? 5 എന്ന് കിട്ടും. ക്ലിയർ? ഒന്നുകൂടി പറയാം. എന്താണ് ചേഞ്ച് ഇൻ ടേംസ്? 9th ഫസ്റ്റും തമ്മിലുള്ള ചേഞ്ച് 45ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 40 ആണ്. ക്ലിയർ? ഇവിടെയുള്ള ഡിഫറൻസ് ചേഞ്ച് എത്രയാണ്? 8 ആണ്. അതായത് 8 കോമൺ ഡിഫറൻസ് ആണ് 40. അതായത് ഒരു കോമൺ ഡിഫറൻസ് 5 എന്നർത്ഥം. ക്ലിയർ? 40 ഡിവൈഡഡ് ബൈ 8 5. ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് in 8th, 9th and 10th circles? 8th സർക്കിളിലും 9th സർക്കിളിലും 10th സർക്കിളിലും കൂടി ആകെ എത്ര പൂക്കൾ ഉണ്ടാകും എന്നാണ്. 9th സർക്കിളിൽ എത്രയാണ്? 9th സർക്കിളിൽ 45 ആണ് അല്ലേ? 9th 45 ആണ്. 8th എത്രയാണെന്ന് അറിയില്ല, 10th അറിയില്ല അല്ലേ? നമ്മള് എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇത് കൺസിക്യൂട്ടീവ് 3 ടേംസ് ആണ്. ഇതറിയില്ല. കൺസിക്യൂട്ടീവ് 3 ടേംസ് ആണ്. ക്ലിയർ? നമുക്ക് ഐഡിയ ഇതിന്റെ തൊട്ട് മുമ്പുള്ള 8th 10th തമ്മിൽ ആഡ് ചെയ്താൽ ഇതിന്റെ സം എത്രയായിരിക്കും എന്ന് നമുക്കറിയാം. ഇതിന്റെ ഇരട്ടിയാണ്, അതായത് 90 ആണ്. ക്ലിയർ? 8th-ന്റെയും 10th-ന്റെയും സം 90 ആണ്. ഇത് 45 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയായിരിക്കും? 90 plus 45. അതെത്ര? 135 ഫ്ലവേഴ്സ് ആയിരിക്കും 8th-ലും 9th-ലും 10th-ലും സർക്കിൾസ് 10th സർക്കിൾസിലും കൂടി ആകെ ഉണ്ടാകുന്ന പൂക്കൾ അല്ലേ? 8, 9, 10 ആത്തങ്ങളിലെ പൂക്കളുടെ ആകെ എണ്ണം എത്രയായിരിക്കും? 135 ആയിരിക്കും അല്ലേ? ഇത് വേറെ രീതിയിലും ചെയ്യാം.
നമുക്കറിയാം കുറച്ച് മുൻപ് ഇതിൻ്റെ ഓപ്ഷൻ വേറൊരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. എന്താണ് 3 ടേംസ് ആണെങ്കിൽ മിഡിൽ ടേമിൻ്റെ 3p ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. 45നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുണ്ടാവും അല്ലേ. മറ്റൊരു പ്രോബ്ലത്തിൽ ഇതിനെ 45 ആണെങ്കിൽ ഇതിൻ്റെ 3 ടൈംസ് ആയിരിക്കും ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്താൽ കിട്ടുക. ക്ലിയർ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇതിൻ്റെ 2 ടൈംസ് കിട്ടും. 8ഉം 10ഉം കൂട്ടിയാൽ 2 ടൈംസ് ആയിരിക്കും. പിന്നെ ഒരു ഒന്നും കൂടി അതിന് 3 ടൈംസ്. 45 3 ടൈംസ് ആയിരിക്കും. 45 3 ടൈംസ് ആയിരിക്കും. ക്ലിയർ. അപ്പോൾ 45 മൾട്ടിപ്ലൈഡ് ബൈ 3 കിട്ടുക. അപ്പോഴും 135 എന്ന് കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. നമുക്ക് ഏത് രീതിയിലും പ്രോബ്ലം ചെയ്യാം. ഇതിൽ നിന്ന് തന്നെയാണ് ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അല്ലേ. ക്ലിയർ. അപ്പോൾ 135 ഫ്ലവേഴ്സ് ആ കാർപ്പറ്റിൽ 8ലും 9ലും 10ലും സർക്കിൾസിലും കൂടി ഉണ്ടായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വർക്ക്ഷീറ്റ് 7ലെ 3 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ 2 പ്രോബ്ലംസും കൂടിയുണ്ട്. അതുപോലെ 6ലെ 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അതിലിനി 3 പ്രോബ്ലംസും കൂടിയുണ്ട്. നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് വേണമെങ്കിൽ അതിൻ്റെ PDF കോപ്പി കിട്ടുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പിൽ SLC മാത്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. പ്രോബ്ലംസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. ഞാൻ തന്നെ എല്ലാ പ്രോബ്ലം ചെയ്തു തന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് തരാൻ വേണ്ടിയിട്ടാണ് മോഡലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. അപ്പോൾ PDF കോപ്പി കിട്ടുന്നതിന് SLC മാത്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായും പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാത്സ് പ്രോബ്ലംസ് ഒരു പേടിയും കൂടാതെ ഫേസ് ചെയ്യുന്നതിന് ഉറപ്പായും സാധിക്കും. നിങ്ങളൊക്കെ മിടുക്കരാണ്, നിങ്ങൾക്കതിന് സാധിക്കും. സാധിക്കാത്തവരായിട്ട് മാത്സ് എത്ര ടഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് അതിനെ നിങ്ങൾക്ക് പേടി മാറുന്നത്. പ്രോബ്ലം ചെയ്യാനുള്ള പേടി മാറുന്നതിനെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ. ഒരേ പ്രോബ്ലം കുറേ തവണ ചെയ്യുകയല്ല, വ്യത്യസ്ത പ്രോബ്ലങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിച്ച് അത് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് അതിൽ കറക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ. നിങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ മിടുക്കരാണ്. 9 വർക്ക്ഷീറ്റാണ് ഇതിലുള്ളത്. ഒരു ക്ലാസ്സും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് 9 വർക്ക്ഷീറ്റും അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. 10th വർക്ക്ഷീറ്റ് ഇവാലുവേഷനാണ്. ക്ലിയർ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.